വെൽക്കം ടു CC ഇഗ്നൈറ്റ്. എൻ്റെ പേര് ആൻമരിയ എന്നാണ്. ഞാനൊരു ജർമ്മൻ ട്യൂട്ടറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജർമ്മൻ്റെ കുറച്ച് ബേസിക്സ് പഠിക്കാനായിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ജർമ്മനിലേക്ക് കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ടൈമാണിപ്പം. ജോബിന് വേണ്ടിയിട്ടായാലും സ്റ്റഡീസിന് വേണ്ടിയിട്ടായിട്ടാണെങ്കിലും നമ്മൾ ഒത്തിരി പേര് അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താ പറയുക, ജർമ്മനിലേക്ക് പോകാനുള്ള ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പം ഏതൊരു ലാംഗ്വേജും പഠിക്കുന്ന പോലെ തന്നെ ജർമ്മനി നമ്മൾ ആൽഫബറ്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ഡേയ്സ്, നമ്മൾ എങ്ങനെ ഒരാളെ ഗ്രീറ്റ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ള എന്താ പറയുക ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, ആൽഫബറ്റ്സിന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് ദസ് ആൽഫബറ്റ്സ് എന്നാണ്. ഓക്കെ, ദസ് ജർമ്മനിൽ ഒരു ആർട്ടിക്കിൾ ആണ്. അത് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സിലൊക്കെ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ വരുന്ന ഒരു കാര്യമാണ് ദസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുന്നത് ദസ് ആൽഫബറ്റ് എന്നാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ പോലെ തന്നെ A to Z വരെയും, പിന്നെ അതുകൂടാതെ ഒരു 5 ലെറ്റേഴ്സ് എക്സ്ട്രാ ആണ് ജർമ്മനിലെ ലെറ്റേഴ്സ് ആയിട്ടുള്ളത്. സോ നമുക്ക് പ്രൊനൗൺസിയേഷൻസ് നോക്കാം. ഫസ്റ്റ് ലെറ്റർ എക്ക് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത് ആ. ഓക്കെ, എക്ക് ആ പ്രൊനൗൺസിയേഷൻ ആണ് പോകുന്നത്. പിന്നെ വരുന്നതാണ് ബി. ഓക്കെ, ബിക്ക് ബേ. ഓക്കെ, ബേ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. പിന്നെ സിക്ക് സേ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. പിന്നെ ഡിക്ക് ഡേ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. പിന്നെ ഇക്ക് നമ്മൾ എ എന്ന പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇക്ക് നമ്മൾ എ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്, എക്ക് നമ്മൾ ആ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. പിന്നെ എഫിലേക്ക് വരുമ്പോൾ എഫ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ തന്നെയാണ് വരുന്നത്. ജിക്ക് ഗേ പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. എച്ചിന് ഹാ പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. ഐക്ക് നമ്മൾ ഈ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു വേർഡിൽ ഐ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഐ പ്രൊനൗൺസിയേഷൻ കൊടുക്കരുത്, ഈ പ്രൊനൗൺസിയേഷൻ വേണം കൊടുക്കാനായിട്ട്. പിന്നെ വരുമ്പം ജെയ്ക്ക് നമ്മൾ യോട്ട് എന്നാണ് പറയുന്നത്, പക്ഷെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എന്താ പറയുക, വൈ പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു വാക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിൽ നമ്മൾ ഇയേഴ്സിന് പറയുന്നത് യാർ എന്നാണ്, അതായത് JAHR ആണ് സ്പെല്ലിങ് വരുന്നത്. അപ്പം നമ്മൾ ജെ പ്രൊനൗൺസിയേഷൻ കൊടുക്കാതെ യാ എന്നുള്ളൊരു വൈ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം ജെയുടെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമ്പം യോട്ടാണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് വൈ പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, പിന്നെ ക. ഓക്കെ, കേക്ക് നമ്മൾ ക എന്നാണ് പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നത്. എൽ തന്നെ, എം ആണ്, എൻ ആണ്, O ആണ്. പിക്ക് പേ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, പിക്ക് പേ എന്നാണ്. ക്യൂവിന് കു എന്നാണ്. ആറിന് എർ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഇതൊന്നും കൂടെ ഞാൻ പറയാം. എക്ക് ആ എന്നാണ് പ്രൊനൗൺസിയേഷൻ, ബി ബേ, സി സേ, ഡി ഡേ, ഇ ആ, എഫ് ജി ഗേ, എച്ച് ഹാ, ഐ ഇ, ജെ യോട്ട് അല്ലെങ്കിൽ വൈ പ്രൊനൗൺസിയേഷൻ, കെ കാ, എൽ എം എൻ ഒ പി പേ, ക്യു ആർ. ഓക്കെ, ഇത്രയും ലെറ്റേഴ്സാണ് ആദ്യത്തേത്. പിന്നെ അതിൻ്റെ ബാക്കി ലെറ്റേഴ്സ്. എസിന് നമ്മൾ എസ് പ്രൊനൗൺസിയേഷൻ തന്നെയാണ് പോകുന്നത്. ടിക്ക് ടേ എന്നാണ് പ്രൊനൗൺസിയേഷൻ. യുവിന് യു പ്രൊനൗൺസിയേഷൻ തന്നെ. വിക്ക് ഫൗ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, വിക്ക് ഫൗ എന്ന് പറയുമ്പോൾ വിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് അല്ലെങ്കിൽ വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, വി പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൗ ആണ്, പക്ഷെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ വിക്ക് എഫ് പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഡബ്ല്യുവിന് വേ എന്നാണ് പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നത്. എക്സിന് ഇക്സ് ആണ്. വൈക്ക് ഇപ്സിലോൺ ആണ്. വൈക്ക് വൈ പ്രൊനൗൺസിയേഷൻ തന്നെ, ഇപ്സിലോൺ എന്നില്ല, വൈ പ്രൊനൗൺസിയേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇസഡിന് സെറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. എസിന് എസ് പ്രൊനൗൺസിയേഷൻ തന്നെ, ടിക്ക് ടേ എന്നാണ് പ്രൊനൗൺസിയേഷൻ, യുവിന് യു ആണ്, വിക്ക് ഫൗ ആണ്, ഡബ്ല്യുവിന് വേ ആണ്, പിന്നെ എക്സിന് ഇക്സ് ആണ്, വൈക്ക് വൈ പ്രൊനൗൺസിയേഷൻ തന്നെ, പ്രൊനൗൺസിയേഷൻ പറയുന്നത് ഇപ്സിലോൺ എന്നാണ്. പിന്നെ ഇസഡിന് ഇസഡ് പ്രൊനൗൺസിയേഷൻ തന്നെ സെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ആൽഫബറ്റ്സ് പറയാം. ആ, ബേ, സേ, ഡേ, എ, എഫ്, ഗേ, ഹ, ഇ, യോട്ട്, ക, എൽ, എം, എൻ, ഒ, പേ, കു, എർ, എസ്, ടെ, യു, ഫൗ, വേ, എക്സ്, ഇപ്സിലോൺ, സെറ്റ്. ഇതാണ് ആൽഫബറ്റ്സിൻ്റെ പ്രൊനൗൺസിയേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പ്രൊനൗൺസിയേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു
സെൻറ്റൻസ് വായിക്കാനും മേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നതിലാണ് ഡിഫറൻസ്. എഴുതുന്നതും ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ തന്നെയാണ്. ഓക്കെ, അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് A to Z കൂടാതെ നമുക്ക് ആൽഫബറ്റ്സിൽ, അതായത് നമ്മുടെ ജർമ്മൻ ആൽഫബറ്റ്സിൽ 5 ലെറ്റേഴ്സും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ലെറ്റർ ആണ് ഷാർഫസ് എസ്. ഓക്കെ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ച ബീറ്റ പോലത്തെ ഒരു എസ് ആണ്. ഓക്കെ, ബീറ്റയുടെ ഒരു ഷേപ്പാണ് വരുന്നത്. അതിന് പറയുന്ന പേരാണ് ഷാർഫസ് എസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എസ് പ്രൊനൗൺസിയേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഡബിൾ എസിനെ പറയുന്ന പേരാണ് ഡോപ്പലസ്. ഓക്കെ, ഡബിൾ എസിനെ പറയുന്ന പേരാണ് ഡോപ്പലസ്. അതിനും എസ് പ്രൊനൗൺസിയേഷൻ തന്നെ. പിന്നെ വരുന്നതാണ് ഉംലൗട്ട് കേസസ്. ഓക്കെ, നിങ്ങളൊക്കെ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും എയുടെ മണ്ടയിൽ 2 കുത്ത്, ഓടെ മണ്ടയിൽ 2 കുത്ത്, അല്ലെങ്കിൽ എയുടെ മണ്ടയിൽ ഒരു വര. അപ്പോൾ അതിൽ ഈ കാണുന്ന കുത്ത്, ഈ 2 കുത്ത് വരുന്ന ലെറ്റേഴ്സിനെ പറയുന്ന പേരാണ് ഉംലൗട്ട് കേസസ് എന്ന് പറയുന്നത്. അത് 3 എണ്ണമാണുള്ളത്. എ ഉംലൗട്ട് ഉണ്ട്, ഓ ഉംലൗട്ട് ഉണ്ട്, യു ഉംലൗട്ട് ഉണ്ട്. ഓക്കെ, ഇത് 5 എണ്ണമാണ് ജർമ്മനിലെ എക്സ്ട്രാ ലെറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആദ്യത്തേതാണ് ഷാർഫസ് എസ്, ബീറ്റയുടെ ഷേപ്പാണ്, എസ് പ്രൊനൗൺസിയേഷൻ ആണ്. പിന്നെ ഡോപ്പലസ്, അതായത് 2 എസ് വരുന്നതാണ് ഡോപ്പലസ്. പിന്നെ വരുന്നതാണ് ഉംലൗട്ട് കേസസ്. അത് എ ഉംലൗട്ട് ഉണ്ട്, ഓ ഉംലൗട്ട് ഉണ്ട്, യു ഉംലൗട്ട് ഉണ്ട്. ജർമ്മൻ വവൽസ് എന്ന് പറയുമ്പോൾ AEIOU കൂടാതെ എ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, യു ഉംലൗട്ട് കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ജർമ്മനിൽ ഇത്രയും ലെറ്റേഴ്സ് ആണുള്ളത് A to Z കൂടാതെ ഈ ഒരു 5 ലെറ്റേഴ്സും കൂടെ. ഇത്രയുമാണ് ജർമ്മൻ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നതാണ് സാലൻ. ഓക്കെ, സാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ്. ഓക്കെ, നമ്പർ എന്നാണെങ്കിൽ സാൽ, ZAHL, സാൽ ആണ്. നമ്പർ എന്നാണെങ്കിൽ സാലൻ എന്ന് വന്നത് അതിൻ്റെ പ്ലൂറലാണ്. ഓക്കെ, അപ്പം ദി സാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി നമ്പേഴ്സ് എന്നുള്ള മീനിങ് ആണ്. അതിൽ നമുക്കൊരു 0 to 12 വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ നമ്പേഴ്സും എഴുതാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക്കലി നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിൽ നമ്മൾ 0ക്ക് പറയുന്നതാണ് ന്യൂൾ. ഓക്കെ, 0ക്ക് ന്യൂൾ എന്നാണ് പറയുന്നത്. 1ന് നമ്മൾ പറയുന്ന പേരാണ് ഐൻസ്. ഓക്കെ, ഐൻസ്. ഓക്കെ, 2ന് സ്വൈ, 3ന് ദ്രൈ. ഓക്കെ, ദ്രൈ. പിന്നെ 4ന് പറയുന്ന പേരാണ് ഫിയർ, 5 ഫ്യുൻഫ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. 0ക്ക് ന്യൂള്, 1ന് ഐൻസ്, 2ന് സ്വൈ, 3ന് ദ്രൈ, 4ന് ഫിയർ, 5ന് ഫ്യുൻഫ്. ഓക്കെ, പിന്നെ 6ന് പറയുന്ന പേരാണ് സെക്സ്. ഓക്കെ, 6 സെക്സ്, 7 സീബൻ, 8ന് ആക്ട്, അതിൽ H സൈലൻ്റ് ആണ്, ആക്ട് എന്നാണ് പറയുന്നത്. 9 നോയൺ. ഓക്കെ, 9ന് നോയൺ എന്നാണ് പറയുക. 10ന് സെയിൻ. പിന്നെ 11ന് എൽഫ്. ഓക്കെ, എൽഫ്. പിന്നെ 12ന് നമ്മൾ സ്വൽഫ്. ഓക്കെ, നമ്മൾ ആൽഫബറ്റ്സിൽ കണ്ടായിരുന്നു ഉംലൗട്ട്. ഓക്കെ, അതിൽ ഉംലൗട്ടാണ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇവിടെ കാണാം യു ഉംലൗട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 6ന് നമ്മൾ സെക്സ് എന്നാണ് പറയുന്നത്, 7ന് സീബൻ എന്നാണ് പറയുന്നത്, 8 ആക്ട് ആണ്, 9 നോയൺ, 10ന് നമ്മൾ സെയിന്, 11ന് നമ്മൾ എൽഫ്, പിന്നെ 12ന് നമ്മൾ സ്വൽഫ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. 0ക്ക് ന്യൂളാണ്, 1ന് ഐൻസ്, 2 സ്വൈ, 3 ദ്രൈ, 4 ഫിയർ, 5 ഫ്യുൻഫ്, 6 സെക്സ്, 7 സീബൻ, 8 ആക്ട്, 9 നോയൺ, 10 സെയിൻ, 11 എൽഫ്, 12 സ്വൽഫ്. ഓക്കെ, ബാക്കി നമുക്ക് ഒരു 32 ഇപ്പം എന്താ പറയുക 32 19 വരെയുള്ളതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കോഡ് പോലെ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 13 എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നമ്മൾ ആദ്യം 3 ആയിരിക്കും എഴുതുക. ഓക്കെ, 3 നമ്മൾ ഫസ്റ്റിൽ എഴുതും, ദെൻ നമ്മൾ 10 എഴുതും. 10 + 3 ആണല്ലോ 30. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 + 3, 3നെ ആദ്യം എഴുതും, ദെൻ 10 എഴുതും. 3ക്ക് നമ്മൾ പറയുന്നത് ദ്രൈ എന്നാണ്. ഓക്കെ, ദ്രൈ നമ്മളിവിടെ എന്ത് എഴുതി? ദ്രൈ ആദ്യം എഴുതി, ദെൻ 3 + 10 ആണല്ലോ 30, ദെൻ വി ആർ ഗോയിങ് ടു ആഡ് 10. ഓക്കെ, അപ്പം 10ന് നമ്മൾ പറയുന്ന പേര് സെയിൻ എന്നാണ്. നമ്മൾ എന്ത് ചെയ്തു? സെയിൻ ചെയ്തു. ഓക്കെ, 3 10. ഓക്കെ, ദ്രൈ സെയിൻ. അതുപോലെ തന്നെ നമുക്ക് 10 to 32 19 വരെ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റും. 13 ദ്രൈ സെയിൻ എന്നാണ് പറയുന്നത്. 14 ആണെങ്കിൽ ഫിയർ സെയിൻ എന്നാണ് പറയുക. 4 + 10 ഫിയർ സെയിൻ എന്നാണ് പറയുക. 5ന് 15ന് ഫ്യുൻഫ് സെയിൻ എന്നാണ്. 16ന് സെക്സ് സെയിൻ എന്നാണ്. 17ന് സീപ് സെയിൻ എന്നാണ്. സീബൻ സെയിൻ എന്ന് പറയില്ല, ഈ EN കട്ടായി പോവും, എന്നിട്ട് സീപ് സെയിൻ എന്നാണ് പറയുക. ഓക്കെ, ഇപ്പം 18 ആണെങ്കിൽ ആക്സെയിൻ എന്നാണ് പറയുക. 19 ആണെങ്കിൽ നോയിൻ സെയിൻ ആണ്. പിന്നെ 20 വരുമ്പോൾ സ്വാൻസിക്. ഓക്കെ, 20ക്ക് മാത്രം ഡിഫറൻസ് ഉള്ളൂ. 13 40 ഒക്കെ എഴുതാൻ എളുപ്പമാണ്.
20ക്ക് സ്വാൻസിഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, 20 മാത്രം പഠിച്ചാൽ മതി സ്വാൻസിഗിൻ്റെ കേസിൽ. ബിക്കോസ് നമ്മൾ 30, 40, 50, 60, 70, 80, 90 ഇത്രയും നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അതും ഇതുപോലെ തന്നെ കോഡ് ഉണ്ട് പഠിച്ചു വെക്കാനായിട്ട്. അതായത് നമുക്ക് ഇപ്പുറത്ത് നോക്കിയാൽ കാണാം, നമുക്ക് 3ക്ക് പറയുന്ന ദ്രൈ ആണ്. ഓക്കെ, ദ്രൈ പ്ലസ് ഇസഡൈജി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 30 കിട്ടും. ഓക്കെ, ദ്രൈ പ്ലസ് ഇസഡൈജി ദ്രൈസിഗ് ആണ് 30. ഇപ്പം 40 വരുമ്പോൾ ഫിയർ എന്നാണ് നമ്മൾ 40ക്ക് പറയുന്നത്, 4ന് നമ്മൾ ഫിയർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫിയർ പ്ലസ് ഇസഡൈജി സിഗ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 40 കിട്ടും, ഫിയർ സിഗ്. അതുപോലെ തന്നെ 50ക്ക് 5ന് നമ്മൾ ഫ്യുൻഫ് ആണ് പറയുന്നത്, ഫിൻഫ് പ്ലസ് ഇസഡൈജി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും, ഫ്യുൻസിഗ്. 60 വരുമ്പോൾ സെക്സിഗ് ആണ്. പിന്നെ 17 വരുമ്പം സീപ്സിഗ് ആണ്. 18 വരുമ്പം ആക്സിഗ് ആണ്. പിന്നെ 19 വരുമ്പോൾ നോൺസിഗ് ആണ് വരിക. ഓക്കെ, ഇങ്ങനെ ഒരു കോഡിൽ ഇസഡൈജി എന്ന് പറയുന്ന ഒരു കോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 13, 14 തുടങ്ങിയ നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ അല്ലാത്ത നമ്പേഴ്സ് 21 to 99 വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതും ഇതുപോലെ തന്നെ എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മൾ എഴുതുമ്പോൾ 1+20 അല്ലെങ്കിൽ 1 and 20 എന്നാണ് നമ്മൾ ജർമ്മനിലാക്കി എഴുതുമ്പോൾ എഴുതുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ 21 ആണെങ്കിൽ അതിൽ 1 ആയിരിക്കും നമ്മൾ ആദ്യം എഴുതുക. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം ഐൻ, 1ന് നമ്മൾ ഐൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 21ൻ്റെ 1 ആദ്യം എഴുതി ഐൻ. പിന്നെ ഈ കാണുന്ന ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ ആൻഡ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡിനെയാണ് നമ്മൾ ജർമ്മനിൽ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, 1 and 20 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 ആദ്യം എഴുതി ഐൻ, ദെൻ നമ്മൾ ആൻഡ് എഴുതി ഉണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്തി 20 സ്വാൻസിഗ്. അപ്പോൾ നമ്മൾ 20, 30 ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്പേഴ്സ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഐൻ ഉണ്ട് സ്വാൻസിഗ്, 21 ഐൻ ഉണ്ട് സ്വാൻസിഗ് എന്നാണ് പറയുന്നത്. 22 ആണെങ്കിൽ കണ്ടോ, സ്വൈ ഉണ്ട് സ്വാൻസിഗ്, ആദ്യം 2 എഴുതി സ്വൈ എഴുതി, ദെൻ ആൻഡ് എഴുതി ഉണ്ട് എഴുതി, ദെൻ 20 എഴുതി. ഓക്കെ, 2 and 20 എന്നാണ് ഇതിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 and 20 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ 22 ആണെങ്കിൽ സ്വൈ ഉണ്ട് സ്വാൻസിഗ് എന്നാണ് എഴുതുന്നത്. ദെൻ 23 ആണെങ്കിൽ ദ്രൈ ഉണ്ട് സ്വാൻസിഗ്. അതുപോലെ നമുക്ക് എല്ലാ നമ്പേഴ്സും എഴുതാം. ഇപ്പം 34 ആണെങ്കിൽ ഫിയർ ഉണ്ട് ദ്രൈസിഗ് എന്നാണ് വരിക. അതായത് ഇപ്പുറത്ത് 30 അറിയാമല്ലോ, അപ്പോൾ 3 and 30 ആണ്. അല്ലെങ്കിൽ ഇപ്പം 34 ആണെങ്കിൽ 4 and 30 എന്നാണ് നമ്മൾ എഴുതാൻ പോണേ. അപ്പം എഴുതുമ്പം എന്താ ഫിയസ് ദ്രൈസിഗ് ആണ് വരുന്നത്, ഫിയർ ഉണ്ട് ദ്രൈസിഗ് എന്നാണ് വരുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ നമ്പേഴ്സും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, 99 വരെയുള്ള നമ്പേഴ്സ് അങ്ങനെ എഴുതാനായിട്ട് പറ്റും. നമുക്ക് നമ്പേഴ്സ് അറിഞ്ഞിരുന്നാലേ ടൈം നമുക്ക് പറയാനായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അല്ലാത്ത റീഡിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും നമുക്ക് നമ്പേഴ്സ് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പം പറഞ്ഞത് ഓർക്കുക, 0 to 12 വരെയുള്ളത് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് 13, 16, 17, 18 അല്ലെങ്കിൽ 13 to 19 വരെയുള്ളതാണെങ്കിൽ ആദ്യം 3 എഴുതുക, ദെൻ 10 ആഡ് ചെയ്യുക. 13 ആണെങ്കിൽ 3 ആഡ് ചെയ്യുക, ദെൻ 10 ആഡ് ചെയ്യുക. അതുപോലെ നമുക്ക് 19 വരെയുള്ളത് ചെയ്യാം. പിന്നെ ടെൻസിൻ്റെ കാര്യത്തിൽ അതായത് 30, 40, 50 അങ്ങനത്തെ കാര്യത്തിൽ സിഗ് ആഡ് ചെയ്യുക. പിന്നെ 22 to 99 വരെയുള്ള കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ ഇപ്പം ആദ്യം 22 ആണെങ്കിൽ 2 ആദ്യം ആഡ് ചെയ്യുക, ദെൻ ആൻഡ് ചേർക്കുക, ദെൻ 20 എഴുതുക. അപ്പം സ്വൈ ഉണ്ട് സ്വാൻസിഗ് എന്നുള്ള രീതിയിൽ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ സാലഡ് നമ്പേഴ്സ് എഴുതുന്നത്. ഓക്കെ, അടുത്ത ഇപ്പം നമുക്ക് ഗ്രീറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രീറ്റിങ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബെഗ്രൂസൻ. ബെഗ്രൂസൻ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ഓക്കെ, ബെഗ്രൂസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗ്രീറ്റ് എന്നാണ്. നമ്മൾ എങ്ങനെ ജർമ്മനിൽ ഒരാളെ ഗ്രീറ്റ് ചെയ്യാം എന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേതാണ് ഗുട്ടൻ മോർഗൻ. ഓക്കെ, ഗുട്ടൻ മോർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നാണ് മീനിങ് വരുന്നത്. പിന്നെ ഗുട്ടൻ ടാഗ്. ഓക്കെ, ഗുട്ടൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഡേ എന്നാണ്. ദെൻ ഗുട്ടൻ ആബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ് എന്നാണ്. പിന്നെ ഗുട്ടൻ നാക്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് എന്നാണ്. പിന്നെ ദാങ്കെ ഷോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഗുട്ടൻ മോർഗൻ ഗുഡ് മോർണിംഗ്, ഗുട്ടൻ ടാഗ് ഗുഡ് ഡേ, ഗുട്ടൻ ആബൻഡ് ഗുഡ് ഈവനിങ്, ഗുട്ടൻ നാക്ട് ഗുഡ് നൈറ്റ്, ദാങ്കെ ഷോൺ താങ്ക് യു. ഓക്കെ, ഇതാണ് ഗ്രീറ്റിങ്സ് വരുന്നത്. പിന്നെ ഗ്രീറ്റിങ്സിൽ ഇതൊരു വെർബാണ്, ടു സേ ഗുഡ് ബൈ എന്നൊരു വെർബാണ്. അതിന് പറയുന്നത് ഫെറാബ് ഷൈഡൻ. ഓക്കെ, ആ വെർബിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഫെറാബ് ഷൈഡൻ. ഫെറാബ് ഷൈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേ ഗുഡ് ബൈ എന്നുള്ള മീനിങ് ആണ്. പിന്നെ 2 ഗ്രീറ്റിങ്സും കൂടെ ഉണ്ട്. ആദ്യത്തേതാണ് ഔഫ് വീഡർ സേഹൻ. ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വാക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് നടുക്കൂന്ന് കട്ട് ചെയ്യാം, അതായത് കട്ട് ചെയ്തിട്ട് വായിക്കാം. അപ്പം ഔഫ് വീഡർ ദെൻ സേഹൻ, ഔഫ് വീഡർ സേഹൻ എന്ന്. ഔഫ് വീഡർ സേഹൻ എന്ന് പറഞ്ഞാൽ സി യു അഗൈൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഫോർമലായ രീതിയിൽ ബൈ പറയുന്നതാണ് ഔഫ് വീഡർ സേഹൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റത്തേതാണ് ച്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ. നമ്മൾ ഇൻഫോർമലായ പീപ്പിളിൻ്റെ അടുത്ത് പറയുന്നതാണ് ബൈ എന്ന്
പറയുന്നത്. ഇത്രയുമാണ് ഗ്രീറ്റിങ്സിൽ വരുന്നത്. ഇനി നമുക്ക് ഡേയ്സ് നോക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ വീക്ക് ഡേയ്സിന് എന്താണ് പറയുന്നത് എന്നുള്ള വൊക്കാബുലറി നോക്കാം. ഡേയ്സിന് നമ്മൾ പറയുന്നത് ദി ടാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പ്ലൂറലാണ്. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറലാണ്. സിംഗുലർ പ്ലൂറൽ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. അതിൽ ടാഗ് എന്ന് പറയുന്നത് ഡേ, അത് സിംഗുലർ ആണ്. ടാഗ് എന്ന് വരുന്നത് ഡേയ്സ്, പ്ലൂറൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പം താഴേക്ക് നോക്കുവാണെങ്കിൽ ആദ്യത്തേത് സോൺടാഗ്. സോൺടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ. പിന്നെ മോൺടാഗ്, മൺഡേക്ക് നമ്മൾ പറയുന്ന പേരാണ് മോൺടാഗ്. ട്യൂസ്ഡേ ആണെങ്കിൽ ഡീൻസ്റ്റാഗ്. ഓക്കെ, ട്യൂസ്ഡേ ഡീൻസ്റ്റാഗ് ആണ്. ദെൻ വെനസ്ഡേ മിഡ് വോക്ക്. തേഴ്സ്ഡേക്ക് ആണെങ്കിൽ ഡോണേഴ്സ്റ്റാഗ് എന്നാണ് പറയുന്നത്. ഫ്രൈഡേക്ക് ഫ്രൈറ്റാഗ് എന്നാണ് പറയുന്നത്. സാറ്റർഡേക്ക് സംസ്റ്റാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പ്രൊണൗൺസ് ചെയ്ത് തരാം. സോൺടാഗ്, മോൺടാഗ്, ഡീൻസ്റ്റാഗ്, മിഡ് വോക്ക്, ഡോണേഴ്സ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സംസ്റ്റാഗ്. ഓക്കെ, സോൺടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ എന്നാണ്. മോൺടാഗ് മൺഡേ, ഡീൻസ്റ്റാഗ് ട്യൂസ്ഡേ, മിഡ് വോക്ക് വെനസ്ഡേ, ഡോണേഴ്സ്റ്റാഗ് തേഴ്സ്ഡേ, ഫ്രൈറ്റാഗ് ഫ്രൈഡേ, ലാസ്റ്റ് ആയിട്ട് സംസ്റ്റാഗ് സാറ്റർഡേ. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് A1 മൊഡ്യൂൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെറ്റർ റൈറ്റിങ്ങിനൊക്കെ വേണ്ട ഒരു സാധനമാണ് ഈ ടാഗ് എന്ന് പറയുന്നത്. ഇതാണ് ഡേയ്സിൻ്റെ പ്രൊനൗൺസിയേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഡേയ്സിൻ്റെ വൊക്കാബുലറി. ഇത് നമുക്ക് വേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ജർമ്മനിലെ മന്ത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മന്ത്സിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും സ്പെല്ലിങ്സിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തേത് ജനുവരിക്ക് നമ്മൾ പറയുന്നത് യാനുവാർ എന്നാണ്. ഓക്കെ, ജെയ്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽഫബറ്റ് ജെയ്ക്ക് വരുന്ന പ്രൊനൗൺസിയേഷൻ വൈ പ്രൊനൗൺസിയേഷൻ അല്ല യോട്ടാണ്. വൈ പ്രൊനൗൺസിയേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും, യാനുവാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ജനുവരിക്ക് നമ്മൾ യാനുവാർ എന്നാണ് പറയുന്നത്. ഫെബ്രുവരി നോക്കുമ്പോൾ ഫെബ്രുവാർ. ഓക്കെ, ഫെബ്രുവരിക്ക് നമ്മൾ ഫെബ്രുവാർ എന്നാണ് പറയുന്നത്. മാർച്ചിന് മാർസ്. ഓക്കെ, ഇത് കണ്ടോ ഉംലോട്ട് വന്നിട്ടുണ്ട്, ഉംലോട്ടാണ്. അപ്പം മാർസ് എന്നാണ് പറയുന്നത്. ഏപ്രിലിന് അപ്രിൽ എന്നാണ് പറയുന്നത്. ബിക്കോസ് എയ്ക്ക് ആ പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ടാണ് അപ്രിൽ എന്ന് പറയുന്നത്. പിന്നെ മെയ്ക്ക് മൈ എന്നാണ് പറയുന്നത്. ജൂണിന് യൂണി എന്നാണ് പറയുന്നത്. ബിക്കോസ് ജെയ്ക്ക് വൈ പ്രൊനൗൺസിയേഷൻ വരുന്നതുകൊണ്ട് യൂണി എന്നാണ് പറയുന്നത്. പിന്നെ ജൂലൈക്ക് നമ്മൾ യൂലി എന്നാണ് പറയുന്നത്. ഓക്കെ, ജാനുവാർ, ഫെബ്രുവാർ, മാർച്ച്, അപ്രിൽ, മൈ, യൂണി, യൂലി. ഓക്കെ, പിന്നെ വരുമ്പോൾ ഓഗസ്റ്റിന് നമ്മൾ പറയുന്നത് ഔഗസ്റ്റ് എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ തന്നെ. ഒക്ടോബർ നോക്കുമ്പോൾ ഒക്ടോബറിൽ കെയുടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ സി ആണ്, അപ്പുറത്ത് കെ ആണ്. ഓക്കെ, സോ ഒക്ടോബർ എന്നാണ് പറയുന്നത്. നവംബറിന് നമ്മൾ നവംബർ എന്നാണ് പറയുന്നത്, നവംബർ. പിന്നെ ഡിസംബറിന് ഡെസംബർ. ഇവിടെ ഇസഡ് ആണ് വരുന്നത്, ഇവിടെ സി ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ സി ആണ്, ജർമ്മനിൽ ഇസഡ് ആണ്. സോ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇതൊന്നുകൂടെ പറയാം. യാനുവാർ, ഫെബ്രുവാർ, മാർച്ച്, അപ്രിൽ, മൈ, യൂണി, യൂലി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത്രയുമാണ് മന്ത്സ് എന്ന് പറയുന്നത്. മന്ത്സിൻ്റെ കേസിൽ മന്തിനെ പറയുന്ന പേരാണ് ദി മൊണാറ്റ്. ഓക്കെ, ഈ ദി എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്, പഠിക്കാനായിട്ട് വരുന്നേ ഉള്ളൂ. മൊണാറ്റെ, അതിൽ മൊണാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് എന്നും, ഈ ഒരു വന്നപ്പോൾ പ്ലൂറലായി മൊണാറ്റെ എന്നായിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജർമ്മൻ്റെ ആൽഫബറ്റ്സ് പഠിച്ചു, സാലൻ പഠിച്ചു, എങ്ങനെ ഗ്രീറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പറയുക, മൊണാറ്റെ പഠിച്ചു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക് പോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഗബൂസ്റ്റാഗ് ഡാറ്റും എങ്ങനെയാണ് ജർമ്മനിൽ പറയാമെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ആരുടെയൊക്കെ ശരിയാവും എന്നൊക്കെ. അപ്പം നമുക്ക് എന്താ, നമ്മുടെ ജർമ്മൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമായിരിക്കും. ഇപ്പോൾ ജർമ്മനിലേക്ക് പോകാനായിട്ട് നോക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജർമ്മൻ്റെ ബേസിക് കാര്യങ്ങളും A1 A2 B1 B2 കാര്യങ്ങളുടെ ബേസിക്സ് ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ജർമ്മൻ എന്താണ്, എങ്ങനെയാണ് ജർമ്മൻ എക്സാം എന്ന് പറഞ്ഞൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 29-ന് 7 മണിക്കാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ CCയിൽ ജർമ്മൻ്റെ പുതിയ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. A1 A2 B1 B2 ക്ലാസ്സസ് ഓൺലൈനായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മേളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ജർമ്മൻ്റെ പുതിയൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.